നോർത്ത് ഈസ്റ്റിലെ പ്രധാന ഫുഡ് തന്നെ മോമോസാണ് അല്ലേ? മോമോസും ചൗമീനും പിന്നെ പൂരി, പിന്നെ നൂഡിൽസും ഉണ്ട് അല്ലേ? അതേപോലെ ഇതിന്റെ പ്രധാന കാര്യം അരുണാചൽപ്രദേശിൽ പോകുമ്പോൾ നമ്മുടെ ഇന്നർ ലൈൻ പെർമിറ്റ് ആണ്. ആൾക്കാർക്കൊക്കെ ഡൗട്ട് ഉണ്ട് ആ കാര്യത്തിൽ. അത് ഓൺലൈനിലും എടുക്കാം. ഇതാണ് ഇന്നർ ലൈൻ പെർമിറ്റ് ആക്ച്വലി. നമുക്ക് ഓൺലൈനിലും എടുക്കാം. അതുപോലെ തന്നെ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓഫ്ലൈനിലും കുറച്ചുകൂടി എളുപ്പം ഓഫ്ലൈൻ. അതെ അതെ അതെ. അവിടെ ധാരാളം ഏജൻസികളുണ്ട്. ഞങ്ങൾക്ക് 4 പേർക്ക് 600 രൂപ കണ്ടല്ലേ? അത് 150 രൂപ പെർ ഹെഡ്, പിന്നെ ഒരു ഫോട്ടോയും ഒരു ID കാർഡും. 100 രൂപയായത് അവർ ചെറിയ കമ്മീഷനൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും. അതെ, എന്തായാലും വളരെ ഈസി ആയിട്ടുള്ള പ്രൊസീജിയറാണ് ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ. 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. ഈ പട്ടാൾക്കാരൊക്കെ അതിങ്ങാണ്ട് ബന്ധപ്പെട്ടിട്ടേ അത് നമ്മൾ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ വരുന്നത്. നമ്മൾ പോകുന്ന ഏരിയ മൊത്തം പട്ടാളക്കാരാണ്. അവിടുത്തെ റെസിഡൻസിനെക്കാളും കൂടുതൽ പട്ടാളക്കാരാണ് നമ്മൾ മീറ്റ് ചെയ്തത്. തവാങ്ങിലും അതുപോലെ തന്നെ എല്ലാ ഏരിയയിലും ഫുള്ള് കയറി പോകുമ്പോൾ മൊത്തം പട്ടാളക്കാരാണ്. അപ്പൊ അവരുടെ ആ ഒരു ലൈഫൊക്കെ നമുക്ക് ഭയങ്കര മലയാളികൾ ധാരാളം ഉണ്ട് കേട്ടോ അവിടെ. അത് മറ്റൊരു കാര്യം ഒരു പട്ടാളക്കാരൻ പറഞ്ഞത്, നമ്മുടെ മേലെ കയറി മദ്രാസ് റെജിമെന്റ് കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ഒക്കെ ഉൾപ്പെടുന്ന അവിടെയാണ് മലയാളികൾ കൂടുതൽ എന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ടായിരിക്കും പിന്നെ അവരെ കാണാൻ കുറെ ആൾക്കാരെ കാണാൻ പറ്റി. അതെ, പിന്നെ ആ വാർ മെമ്മോറിയൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ കുറെ മലയാളി പട്ടാളക്കാരുടെ പേര് മദ്രാസ് റെജിമെന്റ്. ശരി. ഓരോ റെജിമെന്റ് സെപ്പറേറ്റ് ഭയങ്കര ഒരു സംഭവമായി. അങ്ങനെ ഇത് കഴിച്ചോക്കാണ്. ഇതിന് ചമ്മന്തി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് കഴിച്ച് മടുത്തു മോമോസ്. നമ്മുടെ നാട്ടിലെത്തിയാൽ ചിലപ്പോ ഇത് കിട്ടിയില്ലെങ്കിലോ ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോഴാട്ടോ അതിന്റെ രസം. എനിക്കിനി മോമോസ് വേണ്ട. ഇത് മറ്റേ മുളകാണ്. എന്താ അതിന്റെ പേരെന്താ? കിങ് ചില്ലി. ഓ, കിങ് ചില്ലി ആണത്. അലാക്കിന്റെ മുളകാണ്. അത് തിന്ന് എരിഞ്ഞ് ഭണ്ഡാറാണ് പോയത്. അതെ. അത് നമ്മുടെ ബിരിയാണിക്ക് ഒരെണ്ണം ഇട്ടപ്പോ തന്നെ എരിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയപ്പോഴേ. അങ്ങനെ എന്തായാലും ബിരിയാണി ആസാമിൽ നിന്നാണ് കിങ് ചില്ലി വരുന്നത്. അത് നമ്മളോട് ഒരാൾ പറഞ്ഞിരുന്നല്ലോ.